വാട്സപ്പിൽ നമുക്ക് പ്രിയപ്പെട്ടവരാരെങ്കിലും സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ റിംഗ് ചെയ്ത് അറിയിക്കുന്ന, സാധാരണ കോൾ വരുന്നത് പോലെ റിംഗ് ചെയ്ത് അറിയിക്കുന്ന ഒരു പ്രത്യേക ഫീച്ചർ വാട്സപ്പിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. റിംഗ് മാത്രമല്ല, നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഉടനെ തന്നെ വാട്സപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോർ റിപ്പോർട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ വന്നിരിക്കും. ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് എന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. വാട്സപ്പിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെ എന്തൊക്കെ പുതിയ പുതിയ ഫീച്ചറുകൾ വരുന്നുണ്ടോ അത് ആദ്യം തന്നെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ഞങ്ങളുടെ ഈ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും നിങ്ങൾ സബ്സ്ക്രൈബും ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ പ്രത്യേകത ഉള്ളത് എന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 മൊബൈൽ എടുത്തിട്ടുണ്ട്. ഈ മൊബൈലിൽ ഞാനിപ്പോൾ ഒരു സ്റ്റാറ്റസ് വെക്കുകയാണ്. സ്റ്റാറ്റസിൻ്റെ ഓപ്ഷൻ എടുത്തു. അതിലേക്ക് ഞാനിപ്പോൾ ഒരു സ്റ്റാറ്റസ്, ഇവിടെ ഫോട്ടോ തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഇവിടെ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യാണ്. അപ്ലോഡ് ചെയ്തു ഉടനെ തന്നെ അത് കണ്ടോ, റിംഗ് അടിയുന്നുണ്ട്. അത് നമ്മൾ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തുമ്പോൾ റിംഗ് സ്റ്റോപ്പ് ആവും. ഓക്കെ, ഞാനിപ്പോൾ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തുകയാണ്, റിംഗ് സ്റ്റോപ്പായി. കണ്ടോ, ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് വ്യക്തികളുടെയും അവരെപ്പോഴാണ് സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ അതേ സ്പോട്ടിന് നമുക്ക് ഇതുപോലെ റിംഗ് ടൂൺ അടിയും നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഏതൊക്കെ വ്യക്തികളിൽ നിന്നാണ് ഇത് അറിയേണ്ടത് അത് വാട്സപ്പിൽ സെറ്റ് ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഞാനിപ്പോൾ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യുകയാണ്. അവരുടെ പേരിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് സ്റ്റാറ്റസിൻ്റെ ഭാഗം മ്യൂട്ട് എന്ന ഭാഗം കാണാൻ സാധിക്കും. അത് എനബിൾ ആയിരിക്കും. അത് നിങ്ങൾ ഡിസബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതാണ്. അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റാറ്റസ് വരുമ്പോൾ ഏത് റിംഗ് ടോൺ ആണ് അടിയേണ്ടത് അത് നിങ്ങൾ സെറ്റ് ചെയ്യുക. അതിനായിട്ട് ഇവിടെ വാട്സപ്പിൻ്റെ സെറ്റിങ്സ് എടുക്കുക. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ നോട്ടിഫിക്കേഷൻ്റെ ഒരു സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും സ്റ്റാറ്റസിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സ്റ്റാറ്റസ് നോട്ടിഫിക്കേഷൻ ടോൺ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോൺ ഇതിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത ആ ഒരു റിംഗ് ടോൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഇതാണ് സെറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ആവശ്യമുള്ള റിംഗ് ടോൺ ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ വ്യക്തികളിൽ നിന്നാണ് നിങ്ങൾക്ക് ഇവിടെ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുന്നത് അതേ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ഇതുപോലെ തന്നെ റിംഗ് ടോണും അടിയേണ്ടത് അവരെയൊക്കെ നിങ്ങൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ വീണ്ടും ഈ ഒരു മൊബൈൽ എടുത്തിട്ട് സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുകയാണ്. ഫോട്ടോ തന്നെ ഇവിടെ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ തന്നെ വീണ്ടും ഇവിടെ സ്റ്റാറ്റസിൽ അപ്ലോഡ് ചെയ്യാണ്. ഓക്കെ, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ കണ്ടോ റിംഗ് അടിയുന്നുണ്ട്. ഇവിടെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ റിംഗ് ടോൺ സ്റ്റോപ്പ് ആവും കേട്ടോ. കണ്ടോ, നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തി ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, റിംഗ് ടോൺ ഓഫ് ആയിട്ടുണ്ട്. ലോക്ക് സ്ക്രീനിൽ പോലും നമുക്ക് ആരാണ് സ്റ്റാറ്റസ് ഇടുന്നത് നമ്മൾ സെറ്റ് ചെയ്ത ആ വ്യക്തികൾ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഇതുപോലെ റിംഗ് ടോൺ അടിയുകയും നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.